സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറും കറിയും വയ്ക്കാം രാത്രിത്തേക്ക്. പിന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ നമുക്ക് റോസ്റ്റ് ആക്കാം. പിന്നെ ഒരു ചേനൻ്റെ കഷ്ണമുണ്ട് ചെറുതായി, നമുക്ക് കറിയും വയ്ക്കാം. പിന്നെ 2 ബീട്രൂട്ട് ഉണ്ട്, അതിട്ട് നമുക്ക് ഉപ്പേരിയും വയ്ക്കാം. അപ്പോൾ ഞാൻ ചോറൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുക്കറിലല്ലേ വേഗം ആവുമല്ലോ. പിന്നെ അത് മാത്രമല്ല എനിക്ക് കറി വെക്കാൻ വേണ്ടി കുക്കറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, ചോറൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് ഊറ്റി വെച്ചു. പിന്നെ നമ്മുടെ കോളിഫ്ലവർ എടുത്തിട്ട് മുറിച്ചു. പിന്നെ അത് കുറച്ച് നേരം ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിക്കുമല്ലോ. എന്തെങ്കിലും പുഴുക്കളോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുഴുവോ വിഷാംശമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോയിക്കൊള്ളുമല്ലോ. അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് വരുമ്പോൾ കല്യാണി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഒരു 6 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ എണീറ്റ് വരും ആൾ. എങ്ങനെ ഉച്ചയ്ക്ക് ഉറക്കാൻ നോക്കിയാലും ആൾ ഉറങ്ങിയില്ല കേട്ടോ. നാട്ടിലൊക്കെ ആകുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് കിടത്തി ഉറക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 6 മണിക്ക് ഉറങ്ങും, ഒരു 8 മണി 9 മണിക്ക് നീക്കും. അങ്ങനെ ഈ 6 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ പണി. കാരണം രാത്രി അവളുടെ കഥ ഫുള്ള് ഞാനിരുന്ന് കേൾക്കണം. രാത്രി അവൾ ഉറങ്ങില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ എന്ത് ചെയ്തു, അവളെ കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ വേഗം റൂമിൽ കൊണ്ടാക്കി. പിന്നെ ഒരു മുട്ട പുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട് ആൾ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കോളിഫ്ലവറൊക്കെ വേഗം വെള്ളത്തിലിട്ട് തിളപ്പിച്ചു. പിന്നെ കോളിഫ്ലവർ ഞാൻ അങ്ങനെ പണ്ടൊന്നും അങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും എപ്പോഴും കൊണ്ടുവരുന്ന ഒരു സംഭവമല്ലായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ റെയറായിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു ഈ കോളിഫ്ലവർ. പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ, ബീച്ചിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കിട്ടുമല്ലോ, നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ എപ്പോഴും നമ്മൾ തിന്നാറുണ്ട് കേട്ടോ. അതേപോലെ ഇപ്രാവശ്യം ശോഭറമ്പിലെ കലങ്കരിക്കുണ്ടായിരുന്നു. ഞാനും ഏട്ടൻ്റെ അമ്മയുടെ മോളും കൂടി അതൊക്കെ നടന്ന് തിന്നിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചുണ്ടല്ലോ, ഒരു കൊള്ളിയിൽ കുത്തിയിട്ട് അതേപോലെ തന്നെ പാനിപൂരി, കോളിഫ്ലവർ പൊരിച്ചത്, കായ ബജി, അതേപോലെ തന്നെ നമ്മുടെ മുളക് ബജി, ഇതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സ്വതവേ കോളിഫ്ലവർ പൊരിച്ചത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ റോസ്റ്റ് ആക്കുമ്പോൾ ചെറിയൊരു മധുരം വരുമല്ലോ അതിന്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ആരും കഴിക്കാത്തത്. പിന്നെ നോർമലി ഇവിടെ അച്ഛനും മോളും പച്ചക്കറി അങ്ങനെ തിന്നാത്ത അല്ലെങ്കിൽ തിന്നുന്ന ആൾക്കാരല്ല, 2 പേരും നോൺ വെജിൻ്റെ ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ചില സമയങ്ങളിലൊക്കെ പച്ചക്കറി മാത്രം കൂട്ടി ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ സദ്യ പോലെയൊക്കെ തിന്നാൻ തോന്നുമല്ലോ, കുറച്ച് സാമ്പാർ, അവിയൽ. എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ചേന കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ചേന കിട്ടി, ബീൻസും കിട്ടി, ബാക്കി ഒന്നും കിട്ടിയില്ല. ക്യാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചക്കായ ഞാൻ കുറേ ഒന്ന് തപ്പി. ബ്ലിങ്കിറ്റിലൊക്കെ ഉണ്ടാവും പച്ചക്കായ, പക്ഷേ അത് മേടിച്ചില്ല, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ആ സമയത്ത്. പിന്നെ മുരിങ്ങക്കായൊന്നും പിന്നെ മഷി നോക്കിയാൽ പോലും കിട്ടില്ല, മഷിട്ട് നോക്കി കിട്ടില്ല എന്നറിയില്ലേ, അങ്ങനത്തെ അവസ്ഥയല്ല. ബ്ലിങ്കിറ്റിലൊക്കെ എപ്പോൾ നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കും മുരിങ്ങക്കായൊക്കെ. പിന്നെ മുരിങ്ങക്കായ ഇല്ലെങ്കിലും വേണ്ടില്ല, ബാക്കിയൊക്കെ കിട്ടിയാൽ വയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. കയ്പ കിട്ടിയില്ല, അതേപോലെ തന്നെ പച്ചക്കായ കിട്ടിയില്ല, അങ്ങനെ കുറേ ഐറ്റം കിട്ടിയില്ല. അപ്പോൾ പിന്നെ പയർ കിട്ടിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവിയൽ വയ്ക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്തു, ആ ബീൻസ് ഇപ്പോഴും ഇരിക്കട്ടെ അവിടെ, അത് ഇനി നാളെ എങ്ങാനും ഉപ്പേരി വെക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പച്ചക്കായ അങ്ങോട്ട് നേരെ കറി വയ്ക്കാൻ വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൂട്ടണമല്ലോ, പച്ചക്കറി തീരെ കൂട്ടാൻ ഞാൻ ശരിയാവില്ലല്ലോ. കല്യാണിക്ക് ഞാൻ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഉപ്പേരിയൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ ചീര കിട്ടിയ ചീര ഉപ്പേരി വയ്ക്കും, അതേപോലെ തന്നെ ക്യാബേജൊക്കെ ഉപ്പേരി വെച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അവൾക്ക് ഇഷ്ടമല്ല എന്നല്ല, അവൾക്ക് കൂടുതലും കുറച്ചും കൂടി ഇഷ്ടം നോൺ വെജാണ്. മീൻ, ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടം. ചിക്കനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം മീനാണ്. മീനിൻ്റെ ആളായിരുന്നു കേട്ടോ അവൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ പിന്നെ മീൻ കിട്ടാനില്ലല്ലോ. അപ്പോൾ നമ്മൾ രോഹു ഉണ്ടാക്കിയപ്പോൾ അത് നല്ല ഇഷ്ടമായിട്ടുണ്ട്, അതൊക്കെ കഴിക്കും കേട്ടോ അവൾ. എല്ലാ മീനും കഴിക്കും, എല്ലാ മീനെന്ന് മാത്രമല്ല എല്ലാ ഫുഡും കഴിക്കാറുള്ളൂ കേട്ടോ. അങ്ങനത്തെ നമ്മൾ കൊടുത്താൽ തിന്നായികയൊന്നുമില്ല, അങ്ങനെ ഇഷ്ടമില്ലാത്ത ഫുഡ് അങ്ങനെ ഒന്നുമില്ല, എല്ലാം കഴിക്കും. ഒരു ടൈമിൽ അവൾ ഇതേപോലെ രാവിലത്തെ കടിയൊന്നും കഴിക്കില്ലായിരുന്നു നാട്ടിൽ നിന്നൊക്കെ. എന്തപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്താലും ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താലും ഒന്നും കഴിക്കില്ലായിരുന്നു. പുട്ടൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ മീനാണ് ഇഷ്ടം. മീനൊന്നും ഇവിടെ കിട്ടൂലല്ലോ, എന്താ ചെയ്യുക. അങ്ങനെ ഞാനും ബീട്രൂട്ടൊക്കെ വേഗം അരിഞ്ഞു. ബീട്രൂട്ടാണെങ്കിൽ കുറേ ദിവസമായതുകൊണ്ട് ഇങ്ങനെ ചുങ്ങിയ മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങോട്ട് കൊത്തി അരിയാൻ പറ്റുമല്ല, ഫ്രഷ് ആകുമ്പോഴല്ലേ നമുക്കിങ്ങനെ കൊത്തി അരിയാൻ പറ്റുക. അപ്പോൾ ഇത് വാടി കാരണം അങ്ങനെ കൊത്തി അരിയിട്ട് അങ്ങനെ ശരിയാവല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വലിയ കഷ്ണമൊക്കെ ഇട്ടാണ് മുറിച്ചത്. കത്തിയാണെങ്കിൽ മൂർച്ചയും കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പറ്റുന്ന പോലെ അത്യാവശ്യം വലുപ്പത്തിലാണ്ട് മുറിച്ചു. പിന്നെ അതിൽ ഉള്ളിയിട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. വറവിട്ടിട്ട് വേഗം അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ വേഗം ചേന നന്നാക്കി. ചേന സ്വതവേ നന്നാക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം വേഗം കൈ ചൊറിയും ചേന നന്നാക്കിയാൽ. ചില ആൾക്കാർക്ക് ചൊറിയില്ല എന്ന് പറയണേക്കാം, ചില ആൾക്കാർക്ക് ചൊറിയെന്നും പറഞ്ഞേക്കാം അല്ലേ. എനിക്ക് ചില സമയങ്ങളിൽ അത് ചൊറിയാറുണ്ട്, ചില സമയങ്ങളിൽ തീരെ ചൊറിയാറില്ല. ചേന നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കൈ ചൊറിഞ്ഞാൽ പിന്നെ അത് വേവണ വരെയും നമുക്ക് കൈ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് വെന്ത് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറുന്നൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ പറയണേക്കാം. എൻ്റെ അച്ഛമ്മയൊക്കെ എപ്പോഴും പറയും കേട്ടോ.
പിന്നെ അത് മാത്രമല്ല എനിക്ക് എന്താ പറയുക, ഈ ചില സമയത്ത് വൈകുന്നേരമൊക്കെ പണ്ടൊക്കെ ഈ ചേന പുഴുങ്ങിയിട്ടൊക്കെ തിന്നുമായിരുന്നല്ലോ. അതേപോലെ കാവത്ത് പുഴുങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില കാവത്ത് ഭയങ്കര കയ്പ്പാണ്. പിന്നെ നീല കാവത്തില്ലേ, അത് ഭയങ്കര ടേസ്റ്റാന്ന് പറയണേക്കാം. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഇതേപോലെ എൻ്റെ മേമുണ്ട്, അമ്മയുടെ അനിയത്തി ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ മേമ അതേപോലെ നീല കാച്ചിൽ പുഴുങ്ങിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ നല്ല എന്താ പറയുക, ചെറിയ ഉള്ളിയും അതേപോലെ കാന്താരി മുളകിൻ്റെ ചമ്മന്തിയും കൂടി തിന്നൂലേ. പണ്ട് ഞങ്ങൾ തറവാട്ടിലായ സമയത്ത് അതൊക്കെ തിന്നിരുന്നിട്ട് വൈകുന്നേരം ചായക്ക് നല്ല ടേസ്റ്റായിരുന്നു ആ സമയത്തൊക്കെ ഇത് കഴിക്കുമ്പോൾ. പിന്നെ ഈ ഏകാദശി, തിരുവാതിര ആ സമയത്തൊക്കെ അതേപോലെ കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ അതേപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തുള്ള ഒരു ഏകാദശിക്കൊക്കെ അതേപോലെ കാവത്ത് പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ പറഞ്ഞപ്പോൾ കുറേ കാലത്തിന് ശേഷം നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ നൈസായിട്ട് എനിക്ക് കൈ ചൊറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ ചൊറിച്ചിലൊന്നുമില്ല, ചെറുതായിട്ട്. പിന്നെ ഞാനത് വലിയ മൈൻഡാക്കിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ഒന്നാമതൊട്ട പച്ചക്കറി ഉണ്ടാക്കാൻ മടി എന്താ പറയുക, ഇവർ രണ്ടുപേരും തിന്നാത്ത കാരണം ഞാൻ ഒറ്റയ്ക്കിരുന്ന് തിന്നേണ്ടി വരും. അപ്പോൾ പിന്നെ എനിക്ക് വലിയ എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പച്ചക്കായ കറി വെച്ചത് അതേപോലെ തന്നെ ചേന കറി വെച്ചത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. വെള്ളരി കറി വയ്ക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ ഞങ്ങളുടെ വല്യമ്മ, അതായത് എൻ്റെ വല്യമ്മ നല്ല അസലായിട്ട് വെള്ളരി കറി വയ്ക്കൂട്ടാ. ഞങ്ങളുടെ വല്യമ്മയുടെ വെള്ളരി കറീൻ്റെ ഫാൻസാണ് ഞങ്ങളെല്ലാവരും. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചിലപ്പം ഒരേപോലത്തെ കൂട്ടും കാര്യങ്ങളൊക്കെ, പക്ഷേ ഓരോരുത്തരുടെ കയ്യിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവുമല്ലോ, അതും കൂടി ആയിരിക്കട്ടെ, അറിയില്ല. അങ്ങനെ ഞാൻ ഈ തേങ്ങയൊക്കെ അരച്ചു, അതേപോലെ തന്നെ കറിയിൽ കൂട്ടി ഒക്കെ ചെയ്തു കിട്ടാം. അങ്ങനെ കറി വറവിടൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ, ഞാൻ എന്തോ ഒന്ന് മറന്നല്ലോ എന്ന്. എന്താ മറന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കട്ടെ. എനിക്ക് അപ്പോഴൊന്നും ഒരു ഇതില്ലായിരുന്നു. അപ്പം ഞാൻ കറി നോക്കുമ്പോൾ കറി ഒരു കട്ടില്ലാത്ത മാതിരി എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ചേനയൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുത്തുട്ടാ, കുറച്ച് കട്ടിയൊക്കെ വെച്ചിട്ട്. ലാസ്റ്റ് വറവിട്ടതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ, ഞാൻ എന്ത് ചെയ്തു, പരിപ്പിടാൻ മറന്നു കറിയിൽ. സാധാരണ നമ്മൾ ചേന കറി വയ്ക്കുമ്പോഴും പച്ചക്കായ കറി വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ പരിപ്പിടുമല്ലോ. ഞാൻ പരിപ്പിടാൻ നല്ലോണം മറന്നു വിട്ടു. എനിക്ക് എന്തോ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങോട്ട് തുടങ്ങി. ആദ്യം തന്നെ പച്ചക്കായ അങ്ങോട്ട് വേവിച്ചു, പക്ഷേ പരിപ്പിടാൻ നല്ലോണം മറന്നുപോയി ഞാൻ. അതെന്തേന്ന് എനിക്കറിയില്ല. ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മതി. എന്തായാലും ഈ കറി ഞാനും അതേപോലെ തന്നെ മോളും കൂടി ഇരുന്ന് കൂട്ടേണ്ടി വരും. ഏട്ടൻ എന്തായാലും ചിലപ്പം കൂട്ടും, ചിലപ്പം കൂട്ടൂലേ, അങ്ങനെ. പിന്നെ ബാക്കിയുള്ള നാളെ ഞാൻ ഇരുന്ന് കൂട്ടേണ്ടി വരും. അപ്പോൾ പിന്നെ പരിപ്പിട്ടാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ. അങ്ങനെ ആ സമയമായപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടാ. പിന്നെ ഞാൻ കല്യാണിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോഴേക്കും ഏട്ടൻ എന്ത് ചെയ്തു, കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കപ്പ് കേക്ക് പോലത്തെ കേക്കല്ലേ. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ആളെന്ത് ചെയ്ത് അത് പൊട്ടിച്ച് അത് തിന്നാൻ തുടങ്ങി. ഈ റെഡ് കേക്ക്, റെഡ് വെൽവെറ്റിൻ്റെ, അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ കേക്ക് റോളാണ് എന്തോ ആണത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളതിങ്ങനെ കഴിക്കുക. അപ്പോൾ പിന്നെ ചോറിഞ്ഞെല്ലാം അവിടെ നിന്നിട്ടാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചോറ് കൊടുത്തു ആക്ക്. പിന്നെ അത് നല്ല ജലദോഷം എപ്പോഴും കറക്റ്റായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ആവി പിടിക്കാൻ വേണ്ടിയിട്ട്, ഇത് നല്ലൊരു മെഷീൻ ഇട്ട് ആവി പിടിക്കുക, കുഞ്ഞൊരു മെഷീൻ ഇവിടുന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൽ ഞാൻ ആവി പിടിപ്പിച്ച് കൊടുത്തു. പിന്നെ വേഗം ആളെ ഉറക്കണം എന്നുള്ളത് ഇപ്പോൾ വൺ ടാസ്ക്കാണ്. കാരണം ഉറങ്ങാൻ വളരെ ചാൻസ് കുറവാണ്. ഉച്ചയ്ക്ക് ഉറങ്ങിയതല്ലേ, ഉച്ചയ്ക്കല്ല ഈവനിങ് ഉറങ്ങിയതല്ലേ. അപ്പം ഞങ്ങളുടെ രാത്രി വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു ദിവസം വേറൊരു വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.